ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. കാവശ്ശേരി പൂരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ചങ്ങനകുളത്ത് നിന്ന് ഏകദേശം 45ഓളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ചേലക്കര വഴി പഴയന്നൂർ എന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോഴാണ് ഇവിടെ വലിയൊരു ബ്ലോക്കാണ് കാണാൻ കഴിഞ്ഞത്. ഏതോ ഒരു കോൺഗ്രസ്സുകാരുടെ ധർണ റോഡ് എല്ലാം ബ്ലോക്കാക്കിക്കൊണ്ടാണ് അവിടെ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 2-2.5 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടന്നു. 12.5 മണിക്കുള്ള വെടിക്കെട്ട് കാണാൻ ഇനി എത്താൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി. കാരണം ഇപ്പോൾ ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. 11:30 മണിക്ക് എത്തിപ്പെട്ടതാണ് ഞങ്ങൾ ഈ സിറ്റിയിൽ. ഏതായാലും ഭക്ഷണം കഴിക്കാം എന്ന് കരുതിയിട്ടൊരു സാധാ ഹോട്ടൽ, ചെറിയൊരു ഹോട്ടലാണ്. ചില്ലി ചിക്കൻ നൈസ് ബിരിയാണി എന്നൊക്കെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ബിരിയാണി കഴിച്ച് നോക്കിയപ്പോഴാണ് ഇതൊരു നഷ്ടമായില്ല എന്ന് തോന്നിയത്. കാരണം നമ്മുടെ മലപ്പുറം, കോഴിക്കോടൊക്കെയാണ് ബിരിയാണിക്ക് എപ്പോഴും പേര് കേട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു പാലക്കാട് ജില്ലയുടെ ഭാഗമാണെന്ന് തോന്നിപ്പോകുമെങ്കിലും ഇത് തൃശ്ശൂർ ജില്ലയാണ്. പക്ഷേ മനോഹരമായിട്ടുള്ള സെറ്റപ്പോട് കൂടിയിട്ടുള്ള ബിരിയാണി, അതീവ രുചികരമായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബിരിയാണികളും ഉണ്ട് ഇവിടെ. പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് യാത്ര തിരിക്കാം കേട്ടോ. പറയാനാണ് ഈ ഹോട്ടലിന്റെ പേരെന്താണ്? ഞങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നല്ല ബിരിയാണി കിട്ടുക എന്നുള്ളൊരു അഹങ്കാരം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഈ പാലക്കാട് ജില്ലയല്ലേ? പാലക്കാട് തൃശ്ശൂർ ജില്ല. സോറിട്ടാ. നല്ല ഫുഡാണല്ലോ. അതില് കെമിക്കൽ അങ്ങനെയൊന്നും ഇല്ല. സാധാരണ നാച്ചുറലായിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങള് നല്ലൊരു ഫുഡ് ഇവിടെ കിട്ടിയല്ലോ. ഞങ്ങൾ സാധാരണ പൂരത്തിന് വരുമ്പോൾ ഇത്ര നല്ല ഫുഡൊന്നും ഇവിടെ നിന്ന് കിട്ടാറില്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും പൂരപ്പറമ്പിൽ പൂരം അടുത്തായിരിക്കും. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഫുഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഹോട്ടലിനെ ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ പരിചയപ്പെട്ടു കൊടുക്കും. തുറക്കെ പറയും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും നല്ലൊരു ബിരിയാണി കിട്ടുക. തൃശ്ശൂരിൽ നിന്നൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷെ ഇത് കാവശ്ശേരി പൂരത്തിന് പോവുകയാണ്. പക്ഷെ ഇത്രയും നല്ലൊരു സ്ഥലത്ത്, ഒരു പാലക്കാട് ജില്ലയോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്ത് ഇത്രയും നല്ല ബിരിയാണി കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് പഴയന്നൂർ ടൗണിലാണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. നമ്മൾ കാവശ്ശേരി പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാവശ്ശേരി, പാലക്കാട് എല്ലാം ഒരേ റൂട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നൈസ് ബിരിയാണി എന്നുള്ള ബോർഡ് കാണാം. തീർച്ചയായിട്ടും ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. എന്നാ അറിയോ, നിങ്ങളെ നാളെ വീഡിയോയിൽ കാണാം. നമ്പർ തരാം. ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാവശ്ശേരിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 2 മണിയോടെ അടുക്കുന്നുണ്ട്. 12:30 മണിക്കൊരു വെടിക്കെട്ട്, പിന്നെ 2:30 മണിക്കൊരു വെടിക്കെട്ട്, 4:30 മണിക്കൊരു വെടിക്കെട്ട്. ഇതാണ് പകൽ പൂരത്തിനുള്ള 3 വെടിക്കെട്ടുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി കുറച്ച് ദൂരം കൂടി മുന്നിട്ടാൽ ഇതിനേക്കാൾ വലിയ ബ്ലോക്കായിരിക്കും എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. കമ്മലും വേണ്ട, വട്ടത്തിലുള്ളൊരു പൊട്ടും വേണ്ട,
പട്ടം കെട്ടും മാനെ കാണാനൊറ്റയ്ക്കു നീയും പോകും വേണ്ട. പൊന്നനും പൂരത്തിന് പോകുന്നുണ്ടോ ഏട്ടനും കൂടെയുണ്ടേ. പൊന്നനും പൂരത്തിന് പോകുന്നുണ്ടോ ഏട്ടനും കൂടെയുണ്ടേ. പൊന്നനും പൂരത്തിന് പോകുന്നുണ്ടോ ഏട്ടനും കൂടെയുണ്ടേ. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയോടെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ 2 മണിക്കൂറോളം ഈ ട്രാഫിക്കിൽ വിട്ടിട്ട് ഇപ്പോൾ ഒരു 10 കിലോമീറ്ററാണ് ആകെ സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി പോയാൽ പകൽ വെടിക്കെട്ട് കാണാൻ പറ്റില്ല. 3 വെടിക്കെട്ടും കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുഞ്ചപ്പാടം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് തിരക്കൊഴിഞ്ഞതിന് ശേഷം പോകാം എന്ന് കരുതി വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും തിരക്കൊഴിയട്ടെ. വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് ഏതായാലും ഇനി കാണാൻ പറ്റില്ല. ഇനി രാത്രി 7:30 വെടിക്കെട്ടുണ്ട്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇനി ഞങ്ങളുടെ യാത്ര കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് യാത്ര തിരിക്കാം. എന്താ പരിപാടി? എവിടുന്നാ വരുന്നത്? പൂരം കാണാൻ വന്നാണോ? കണ്ടോ വെടിക്കെട്ട് കണ്ടോ? 3 കണ്ടു. ഇനി 3 രാത്രിയാണ്. അതെയോ? എങ്ങനെയുണ്ട്? എല്ലാവരും നോളോട്ടെ, എല്ലാവരും നോളോ. ഒരാളുള്ളിലുണ്ട്, ഡ്രൈവറാണ്. അത് നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയോളൂ കേട്ടോ. മലപ്പുറം എവിടെയാ? പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് പോവുക? ഇനി നാളെ രാവിലെ. എപ്പോഴാണ് വന്നത്? ഞങ്ങൾ രാവിലെ വന്നത്. ഇനി നാളെ രാവിലെ പോകുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതേമാതിരി രാവിലെ വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് പൂരത്തിൻ്റെ അവിടേക്ക് വരാൻ പറ്റിയില്ല. എന്താണ് ചെയ്യുക? നമുക്ക് ഒരു വെടിക്കെട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളത് വെടിക്കെട്ട് കണ്ടതേക്ക് ഭാഗ്യവാന്മാരാണ്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും. തീർച്ചയായും ഈ വീഡിയോ നാളെ ഞാൻ എടുത്തിട്ട് നമ്മൾ തരികയാണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഷെയർ ചെയ്താൽ കേട്ടോ. മാത്രല്ല ആ വണ്ടി പാക്കറ്റ് ഉണക്കി ഞാൻ വർഷാപ്പിന് അളച്ചേക്ക് ചെമ്പിമാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ ചെമ്പി ചെക്കന്മാർ കൂടും നിന്നെ കാണുമ്പോൾ നോട്ടവും കൂടും. ആലുംതറയിൽ ചെക്കന്മാർ കൂടും നിന്നെ കാണുമ്പോൾ നോട്ടവും കൂടും. നാട്ടിലെ പിള്ളേര് കൂട്ടിനതുണ്ട്, മീശ പിരിച്ചോണ്ട് ഏട്ടനുമുണ്ട്. മീശ പിരിച്ചോണ്ട് ഏട്ടനുമുണ്ട്. പൊന്നനും പൂരത്തിന് പോകുന്നുണ്ടോ ഏട്ടനും കൂടെയുണ്ടേ. 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 വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഇനി 7:30 വെടിക്കെട്ടിന് അവിടെ എത്തിച്ചേർന്നാൽ ഭാഗ്യം. എന്തായാലും ബുദ്ധിമുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബഹളമൊക്കെയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ചങ്ങാതിമാരെത്തി പുല്ലത്തറയിലെ ഷാപ്പിലും പോണം. പൂരത്തിൻ്റെ ചങ്ങാതിമാരെത്തി പുല്ലത്തറയിലെ ഷാപ്പിലും പോണം. പഞ്ചാരി മേളത്തിൽ തുള്ളങ്കടി പെണ്ണേ മേളം മുറുകുമ്പോൾ ഏട്ടനങ്ങെത്തും. മേളം മുറുകുമ്പോൾ ഏട്ടനങ്ങെത്തും. പൊന്നനും പൂരത്തിന് പോകുന്നുണ്ടോ ഏട്ടനും കൂടെയുണ്ടേ. 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 വിളിക്കണോ?
ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവീടും 4 കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീകുരുമ്പമ്മ നടയിൽ രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവു തീണ്ടാനായി നെന്മറ ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവീടും 4 കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീകുരുമ്പമ്മ നടയിൽ രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവു തീണ്ടാനായി പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിക്കടി പെണ്ണേ പാടുമ്പോ താളത്തിനൊത്ത് കുറച്ചുകൂടി യാത്ര ചെയ്താൽ ഇനി അവിടെ നിന്ന് വണ്ടി കടത്തിവിടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു 2-3 കിലോമീറ്റർ വീണ്ടും ഞങ്ങൾക്ക് നടക്കേണ്ടതായിട്ട് വരും കേട്ടോ. എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. 7:30 വെടിക്കെട്ടെങ്കിലും കാണാൻ പറ്റിയാൽ അത് ഭാഗ്യം എന്നേ പറയാൻ കഴിയൂ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവീടും 4 കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങേണ്ടി വന്നു കേട്ടോ. ഇവിടെ നിന്ന് വണ്ടി വിടുന്നില്ല. അപ്പോൾ ഇനി ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ പൂരപ്പറമ്പിലെത്താൻ കഴിയും. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം നമുക്ക്. എല്ലാം അറിയുന്നൊരമ്മേ ഞങ്ങൾ എത്തുമ്പോഴെല്ലാം മറക്കും പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിക്കടി പെണ്ണേ നാരികളെ കൊന്ന ദേവി വരദാനമായി ലോകത്തിനെല്ലാം നല്ല ചനന്നു കൊടുത്ത വാക്കിൻപോരിൽ സത്യമായി തീർത്തൊരു ദേവി ശബരിമല ഗുരുസ്വാമി പിന്നെ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് മൂപ്പൻ കമ്പടിയായി ഞങ്ങൾ എത്തുന്നു തിരുമുന്നിൽ നെന്മറ ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവീടും 4 കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീകുരുമ്പമ്മ നടയിൽ രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവു തീണ്ടാനായി പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിക്കടി പെണ്ണേ പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിക്കടി പെണ്ണേ. സുഹൃത്തുക്കളെ, സമയം ഇപ്പോൾ ഏകദേശം 7:30 അടുക്കുന്നു. ഇവിടെ കറക്റ്റ് ടൈമിന് വെടിക്കെട്ട് നടക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം സമയം അത്ര വിലപ്പെട്ടതാണ് ഇവർക്ക്. എന്തായാലും ഇനി 1 കിലോമീറ്റർ കൂടി നടന്നാലാണ് ഞങ്ങൾക്ക് പൂരപ്പറമ്പിലെത്താൻ കഴിയൂ. വെടിക്കെട്ടിന് മുന്നേ എത്തിയാൽ ഭാഗ്യമെന്നേ പറയാൻ കഴിയും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളേ
നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. ഈ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. ഈ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. ഏകദേശം പൂരപ്പറമ്പിൽ എത്തായിട്ടുണ്ട്. പക്ഷേ എത്തുമോ എന്ന സംശയമാണ്. ടൈം കഴിഞ്ഞു തുടങ്ങി. എന്തായാലും കുറച്ച് സമയം കൂടി ഉണ്ട്. നമുക്ക് പോയി നോക്കാം. എന്റെ തറവാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. ഞാനെന്റെ മുറ്റത്തെ കെട്ടിച്ചുറ്റാടുമ്പറേ വേണ്ടളരരുതേ എന്റെ നാവും വിളക്കരുതേ. ഈ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. നല്ലമ്മ ദേവിക്ക് കോമരം കെട്ടുമ്പറേ ചോന്നൊരു വട്ടു ചുറ്റി ഉറഞ്ഞാടി തുള്ളിക്കോളാ. ഈ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോളെ തിരുദണ്ഡം തന്നോളാ. ദേവിക്ക് കോമരം ക്ഷമിക്കണം സുഹൃത്തുക്കളെ, വെടി പൊട്ടി തുടങ്ങി. വെടിക്കെട്ട് അവിടെ തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് നടന്ന് ചെന്ന് ഈ വെടിക്കെട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നത് ഗന്ധപൂർവ്വം അറിയിക്കട്ടെ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ വെടിക്കെട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കി കാണാം. നാളെ ക്യാമറ വേണം. പുറത്തെ ക്യാമറ ആ മേലെ പോലെ ക്യാമറ വേണം. ഹലോ മേലെ ക്യാമറ ഉണ്ടോ നിങ്ങള്? മേലെ രണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ക്യാമറ നമുക്ക് അടുത്തുനിന്ന് എടുക്കണോ ദൂരത്ത് എടുക്കണോ? അടുത്ത് എടുക്കല്ലേ?
അങ്ങനെ 7:30 വെടിക്കെട്ട് ഇതുപോലെ കാണാനാണ് ഞങ്ങൾക്ക് യോഗം ഉണ്ടായത്. 69 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വണ്ടിയിൽ എണ്ണയെല്ലാം അടിച്ച് വന്നിട്ട് ഇത്രയധികം വെടിക്കെട്ടുള്ള ഒരു പൂരത്തിൽ വന്നിട്ട് ഒരു വെടിക്കെട്ട് പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. ഇനി രാത്രി 12 മണിക്ക് ശേഷം 3 വെടിക്കെട്ട് കൂടിയുണ്ട്. പക്ഷേ ഞങ്ങളതിന് കാത്തു നിൽക്കുന്നില്ല, കാരണം അത്രയധികം ടയർഡായി. ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. മുക്കാലി വെച്ചുങ്ങളെ മുന്നാഴി കല്ലുകൊണ്ട് തിരുതണ്ട നന്നോളാ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ട് വന്നോ